ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ സാമ്പ്രദായിനി സുപ്പിനി ശുദ്ധ പൂസനി എന്ന തെലുങ്ക് ക്രൈം ത്രില്ലർ സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ സിനിമയിലെ നായകനെയാണ് കാണിക്കുന്നത്. ഇദ്ദേഹം അവിടെയുള്ളൊരു പഞ്ചായത്ത് ബോർഡിൻ്റെ ഡയറക്ടറാണ്. ആ നാട്ടിൽ എന്ത് ചെയ്യണമെങ്കിലും ഇദ്ദേഹം പെർമിഷൻ കൊടുത്താൽ മാത്രമേ ചെയ്യാൻ കഴിയൂ. ഇദ്ദേഹം സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിരവധി പേർ കൈക്കൂലി കൊടുത്ത് തങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കാം എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇദ്ദേഹം വളരെ വളരെ സത്യസന്ധനാണ്. ആരുടെ കയ്യിൽ നിന്നും ഒരു തുള്ളി പോലും കൈക്കൂലി വാങ്ങില്ല. ഇപ്പോൾ പോലും അവിടെ ഒരാൾ 10,000 രൂപ കൊടുത്തിട്ട് തനിക്ക് ആവശ്യമുള്ളൊരു കാര്യം ചെയ്തു കൊടുക്കാൻ നമ്മുടെ നായകനോട് ചോദിക്കുന്നു. എന്നാൽ നായകൻ ആ കാശ് വാങ്ങാൻ വിസമ്മതിക്കുകയാണ്. ഇത് വാങ്ങി നീ ആ കാര്യം ചെയ്തു തന്നില്ലെന്ന് വെച്ചോ, നിനക്കൊരു ഭാര്യയും കുട്ടിയുണ്ടല്ലോ, അവരുടെ കഥ ഞാൻ തീർക്കും എന്നൊക്കെ അയാൾ ഭീഷണിപ്പെടുത്താണ്. ഇപ്പോൾ നിന്റെ മോൻ സ്കൂളിൽ പോയിരിക്കുകയല്ലേ, അവിടെ വെച്ച് അവനെ ഞാൻ തട്ടിക്കൊണ്ടു പോകും എന്നും പറയുന്നു. ഇത് കേട്ട് നമ്മുടെ നായകന് യാതൊരു കുലുക്കവുമില്ല. നിനക്ക് വേണമെങ്കിൽ എന്നെ എളുപ്പത്തിൽ തട്ടിക്കൊണ്ടുപോകാം, പക്ഷെ എൻ്റെ മോനെ തട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. നീ എന്താ വിചാരിച്ചത്? ഈ KGF സിനിമ കണ്ടിട്ടുണ്ടോ? അതെ, അതിലൊരു പയ്യൻ മുംബൈയിൽ വെച്ച ഒരാളുടെ തലയിൽ കുപ്പി പൊട്ടിച്ചിട്ട് പേര് പറയില്ലേ, അത് കാണാൻ തന്നെ ഭയങ്കരമല്ലേ? ആ പയ്യനാണ് എൻ്റെ മോൻ. അവന് ദേഷ്യം വന്നാൽ പിന്നെ ആരാണെന്നൊന്നും നോക്കില്ല, അടിച്ചങ്ങ് വീഴ്ത്തും. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാര്യയെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് അയാൾ പറയുമ്പോൾ, ആര്? എൻ്റെ ഭാര്യയോ? എൻ്റെ ഭാര്യയെ പറ്റി നിനക്കറിയില്ല, വീട്ടിൽ അവളുടെ രാജ്യമാണ്. കറണ്ട് കണക്ഷൻ ശരിക്കും കൊടുത്തില്ലെന്ന് പറഞ്ഞ് അവനെ അടിച്ച് ഞങ്ങളുടെ വീട്ടിൽ കെട്ടിയിട്ടവളാണ്. അതിനുശേഷം അവന് തന്നെ കറണ്ട് കണക്ഷൻ കൊടുത്തു. ഞങ്ങളുടെ ഏരിയയിലെ പോലീസിനേക്കാൾ ഡേഞ്ചറാണ് അവൾ. ഞാൻ തന്നെ അവളെ പേടിച്ചിട്ടാണ് വീട്ടിൽ കഴിഞ്ഞു കൂടുന്നത്. ഇതൊക്കെ കടന്ന് നീ എൻ്റെ വീട്ടിൽ കയറി അവളെ തട്ടിക്കൊണ്ടു പോകാമെന്ന് വിചാരിച്ചാൽ നിന്റെ ജീവന് യാതൊരു ഉറപ്പുമില്ല എന്ന് നായകൻ പറയുന്നു. ഇതോടെ ആ കാശ് കൊടുക്കാൻ വന്നയാൾ മതി, ഞാനിവിടുന്ന് പോവുക എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. കട്ട് ചെയ്താൽ ഇപ്പോൾ നായകൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നു. അവിടെ നായകൻ്റെ മകനെ കാണിക്കുന്നു. അവൻ എപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്, പ്രത്യേകിച്ചും ഈ റീൽസ് ഭ്രാന്ത്. റീൽസ് ചെയ്യാൻ വേണ്ടി അവൻ എന്തും ചെയ്യും, എല്ലാത്തിനെയും റീൽസായി ഷൂട്ട് ചെയ്ത് വെക്കും. ഇതൊക്കെ നമ്മുടെ നായകനും ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ എപ്പോഴാണ് നന്നാവും പോകുന്നത് എന്ന് പറഞ്ഞ് പുലമ്പിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ നായകൻ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ ഒരു കത്തിയുമായി വന്ന് നിൽക്കുകയാണ്. പഞ്ചായത്ത് ഓഫീസിലാണ് ജോലി, പക്ഷെ അവിടെ വരുന്ന കാശൊന്നും നിങ്ങൾ വാങ്ങില്ല. ഇവിടെ വീട്ടിൽ നമ്മൾ കഷ്ടപ്പാടിലാണ്. ആ കാശ് വാങ്ങി എന്തെങ്കിലും സ്വർണം വാങ്ങി തന്നൂടെ എന്ന് പറഞ്ഞ് അവർ ഭയങ്കരമായ ഒച്ചയുണ്ടാക്കുകയാണ്. നിനക്ക് സ്വർണം വേണമെങ്കിൽ നിന്റെ അപ്പൻ്റെ അടുത്ത് പോയി കാശ് ചോദിക്കുക, അല്ലാതെ എന്നെ ഇങ്ങനെ തെറ്റായ വഴിയിലൂടെ പോകാൻ പ്രേരിപ്പിക്കരുത്. ഞാൻ സത്യസന്ധമായി ജീവിക്കുന്നവനാണെന്ന് നിനക്കറിയില്ലേ എന്ന് അദ്ദേഹം പറയാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ദീപാവലി വരാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് മോനാണെങ്കിൽ എപ്പോഴാണ് പടക്കം വാങ്ങിത്തരാ എന്ന് പറഞ്ഞ് അച്ഛനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഏരിയയിലുള്ള ചില പോലീസുകാരെ കാണിക്കുന്നു. അതിൽ ഒരു ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ട്. അദ്ദേഹം വളരെ പാവപ്പെട്ടവനാണ്, കുറച്ചൊക്കെ സത്യസന്ധനായ ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. തനിക്ക് എന്തെങ്കിലും ഒരു കേസ് കിട്ടിയിരുന്നെങ്കിൽ അതെങ്ങനെയും കണ്ടുപിടിക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കുറേ കേസുകൾക്കായി അദ്ദേഹം കാത്തിരിക്കുകയാണ്. അതേസമയം ആ സ്റ്റേഷനിൽ ഒരു SI ഉണ്ട്. അയാൾ വളരെ വളരെ മോശപ്പെട്ട ഒരുത്തനാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ മോശമായിട്ടാണ് അയാൾ പെരുമാറുന്നത്. ഇപ്പോൾ പോലും ആ SI ഒരു പെൺകുട്ടിയുടെ വീട്ടിലാണ് പോയിരിക്കുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയോടൊപ്പം ഒന്നിച്ചിരുന്നിട്ട് ഇപ്പോൾ ആ പെൺകുട്ടി പറയാണ്, ദയവ് ചെയ്ത് ഇനി ഈ വീട്ടിലേക്ക് വരരുത്, എൻ്റെ ഭർത്താവിന് നീ വന്നു പോകുന്ന കാര്യമൊക്കെ മനസ്സിലായി തുടങ്ങി, ആവശ്യമില്ലാതെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് ആ പെൺകുട്ടി അയാളോട് കെഞ്ചി ചോദിക്കുകയാണ്. ഇപ്പോൾ ആ SI അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇങ്ങനെ ഇരിക്കെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായകൻ കുളിച്ച് റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ രഹസ്യമായി ഓടിപ്പോകുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നു. എന്തേവൾ ഒളിച്ചോടി പോകുന്നെന്ന മട്ടിൽ നോക്കുമ്പോൾ അപ്പോഴാണ് അയൽവാസിയുടെ വീട്ടിലിരിക്കുന്ന മണി പ്ലാന്റ് അവരെടുത്തുകൊണ്ട് വന്നത് കാണുന്നത്. ഇതൊന്നും നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് പണം കെട്ടുകണക്കിന് വരും എന്നവർ പറയുന്നു. ഇതൊക്കെ നായകന് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം ആ മണി പ്ലാന്റ് അവിടെ ഇട്ട് തന്നെ പൊട്ടിച്ചു കളയാണ്. അതിനും ഇരുന്ന നായിക ഭയങ്കരമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നായികയുടെ അച്ഛൻ വിളിക്കുന്നുണ്ട്, എന്താ മോളെ വീക്കെൻഡ് ആയിട്ടും വീട്ടിലേക്ക് വരാതെ അവിടെ തന്നെ ഇരിക്കുന്നത്, എന്തിനാ കരയുന്നത്? നിന്റെ ഭർത്താവ് എന്തെങ്കിലും വാങ്ങി തരില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ കരഞ്ഞ് ഒരു കമ്മല് വാങ്ങിക്കോ, കുറച്ച് സ്വർണം വാങ്ങിക്കോ, ആദ്യം വേണ്ടത് തന്നെ അവർ പറയും. ഇവന്മാരോടൊക്കെ ഇങ്ങനെ ചോദിച്ചാലേ വാങ്ങി തരൂ എന്ന് കോൾ ലൗഡ് സ്പീക്കറിലാണെന്ന് അറിയാതെ അദ്ദേഹം സംസാരിക്കുന്നു. ഇത് കേട്ട് നായകൻ, വീക്കെൻഡിൽ നിങ്ങളുടെ മോളെ വീട്ടിലേക്ക് അയക്കാം, അവിടെ തന്നെ നിർത്തിക്കോ, ആ സ്വർണം നിങ്ങൾ തന്നെ വാങ്ങി കൊടുത്തു വിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവിടെ വഴക്കുണ്ടാവുകയാണ്. എന്നെ ചുമ്മാ അങ്ങോട്ട് അയക്കുകയാണോ, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരില്ലേ എന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ട് അവർ കള്ളക്കരച്ചിലൊക്കെ കാണിക്കുമ്പോൾ നായകനും ചെറുതായിട്ടൊന്ന് കൺവിൻസ്ഡ് ആയി. ശരി, ഓക്കെ, എൻ്റെ ഡ്രസ്സും കൂടെ എടുത്തു വെക്ക്, ഞാനും വരാം എന്ന് പറയുന്നു. ഇപ്പോൾ നായകന് ആ വെള്ളിയാഴ്ചയും ജോലിക്ക് പോകേണ്ടതുണ്ട്. അദ്ദേഹം ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ മന്ത്രി വരുന്നുണ്ടെന്ന് പറഞ്ഞ് ആ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ ആ SI ആണെങ്കിൽ അയാളാണ് ആർക്കും വഴി കൊടുക്കാതെ നിൽക്കുന്നത്. എന്നാൽ അവിടെയുള്ളൊരു സ്ത്രീ SI ഒന്ന് കൂർപ്പിച്ച് നോക്കിയപ്പോൾ SI അവർക്ക് മാത്രം വഴി മാറി കൊടുക്കുന്നു. ഇത് കാണുന്ന നായകൻ, ഞാനും ജോലിക്ക് തന്നെയാണ് പോകുന്നത്, എന്നോട് മാത്രം എന്തിനാ ഇങ്ങനെ കാത്തു നിൽക്കാൻ പറയുന്നത് എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് SIയോട് ചൂടാവുന്നു. ഇതിൽ SIക്ക് ഭയങ്കരമായി ഈഗോ വർക്കാവുന്നു.
എടാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് വണ്ടിയുടെ താക്കോൽ പിടിച്ചു വാങ്ങുകയും നിന്റെ മേൽ കള്ളക്കേസ് കൊടുത്ത് അകത്തിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ചുറ്റുമുള്ളവരൊക്കെ ഇത് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ, എന്താ സാർ, ഞാൻ ഈ ഏരിയയിലെ വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടുത്തെ പബ്ലിക് ദേഷ്യപ്പെടും, കള്ളക്കേസൊന്നും ഇടണ്ട, ഈ മന്ത്രിക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് പകരം ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ SIയെ അപമാനിച്ചിട്ട് നായകൻ പോവുകയാണ്. ഇപ്പോൾ SIയും നായകനെ തക്ക സമയത്ത് പ്രതികാരം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. ഈ SI മാത്രമല്ല നായകന് പ്രശ്നം. ഇപ്പോൾ നായകൻ മന്ത്രിയെ പറ്റി പറഞ്ഞിരുന്നല്ലോ, ആ മന്ത്രി കാരണവും നായകന് പ്രശ്നമുണ്ട്. ആ മന്ത്രി തൻ്റെ ഗുണ്ടകളെ അയച്ച് പബ്ലിക് ഏരിയയിലുള്ള ഒരു സ്ഥലം തൻ്റെ പേരിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് തൻ്റെ ഗുണ്ടകളെ അയച്ച് ആ സൈൻ വാങ്ങി വരാൻ പറയുന്നു. എന്നാൽ നായകൻ ആ ഒപ്പിട്ട് കൊടുക്കുന്നില്ല. മന്ത്രി തന്നെ നായകനെ പേഴ്സണലായി വിളിച്ച് ഞാൻ എത്ര കാശ് വേണമെങ്കിലും തരാം, ആ ഒപ്പിട് എന്ന് പറഞ്ഞിട്ടും നായകൻ കേൾക്കുന്നില്ല. അതേസമയം ഇവിടെ മന്ത്രിയുടെ വീട് കാണിക്കുന്നു. ഈ മന്ത്രി എല്ലാ മാസവും ഗിഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ് വലിയൊരു പെട്ടി വെച്ചിട്ടുണ്ട്. ആ പെട്ടി നിറയെ പണമാണ്. ആ പണം പുറത്തുള്ള ഒരാൾക്ക് കൊടുത്ത് ചില തെറ്റായ സാധനങ്ങളൊക്കെ അയാൾ വാങ്ങും. ആ പണം തൻ്റെ PAയുടെ കൈവശം കൊടുത്ത് കാറിൽ ഭദ്രമായി വെക്കാൻ കൊടുക്കുന്നു. ഇപ്പോൾ ആ PA ആ പണം എടുത്ത് പോകുമ്പോൾ ഇവിടെ നമ്മുടെ നായകൻ രാവിലെ ഡ്രൈവിംഗ് ക്ലാസ്സിന് വന്നിരിക്കുകയാണ്. അദ്ദേഹം ശരിക്കും വണ്ടി ഓടിക്കാത്തത് കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നയാൾ അദ്ദേഹത്തെ ഭയങ്കരമായി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ, നിന്റെ അയൽവാസി മുനിയാണ്ടിയില്ലേ, അവൻ വലിയ പത്രാസിൽ ഒരു കാറ് വാങ്ങി വെച്ചിട്ടുണ്ട്. അവൻ കാറ് വാങ്ങിയതിൽ പിന്നെ അത് ഉപയോഗിച്ച് നോക്കിയിട്ടേ ഇല്ല. ആ ഡ്രൈവിംഗ് ക്ലാസ്സിന് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഉപയോഗിക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞ് നായകനോട് പറയുന്നു. അവനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കരുത്, അവൻ എൻ്റെ അയൽവാസിയാണ്, അല്ലാതെ എൻ്റെ അനിയനൊന്നും അല്ല എന്ന് പറഞ്ഞ് നായകൻ പോവുകയാണ്. ഇപ്പോൾ നായകൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ആ അയൽവാസിയില്ലേ, മന്ത്രിയുടെ PA, അയാൾ പറയാണ്, ഞാനൊരു പേഴ്സണൽ ആവശ്യത്തിനായി എൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോവാണ്, എൻ്റെ വീടൊന്ന് ശ്രദ്ധിക്കണം, അതുപോലെ എൻ്റെ കാർ പുറത്താണ് നിർത്തിയിരിക്കുന്നത്, അതിലൊന്ന് കണ്ണു വെച്ചോ എന്ന് പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ നായകൻ വീട്ടിലേക്ക് വരികയാണ്. ആ രാത്രി ഒരു ഭയാനകമായ സംഭവം നടക്കുന്നു. നമ്മുടെ നായകന്റെ വീടിനടുത്ത് കൂടെ ആ SI പതിവ് പോലെ മറ്റൊരു സ്ത്രീയോടൊപ്പം സമയം ചെലവഴിച്ച് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ സ്ഥലത്ത് ഒരു അജ്ഞാതനെ SI കാണുന്നു. ആരാടാ നീ, ഈ നേരത്തെ ഇവിടെ കറങ്ങി നടക്കുന്നത് എന്താ, നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവൻ കൃത്യമായി മറുപടി പറയുന്നില്ല. അവനെ അടിച്ച് SI ലോക്കപ്പിലിടുന്നു. സത്യം പറയുന്നത് വരെ, രാത്രി എന്തിനാ നീ നടന്നതെന്ന് പറയുന്നത് വരെ നിന്നെ ഞാൻ പുറത്തു വിടില്ല എന്ന് അയാൾ ഭീഷണിപ്പെടുത്തുന്നു. അടുത്ത ദിവസം രാവിലെ ദീപാവലിയാണ്. ലോക്കപ്പിലുള്ള പ്രതിയിൽ നിന്നും SI ഒരു ഭയങ്കരമായ കാര്യം മനസ്സിലാക്കുന്നു. അത് സ്വന്തമാക്കാനായി SI നായകന്റെ വീട്ടിലേക്ക് വരുന്നു. നേരത്തെ തന്നെ നായകനും SIയും തമ്മിൽ ശത്രുതയിലാണ്. അതിനിടയിൽ നായകന്റെ ഭാര്യ വളരെ സുന്ദരിയായത് SI ശ്രദ്ധിക്കുന്നു. എങ്ങനെയെങ്കിലും അവരെ സ്വന്തമാക്കണം എന്ന് അയാൾ ചിന്തിക്കുന്നു. പോലീസുകാർ വീട്ടിൽ വന്നതുകൊണ്ട് നായിക അദ്ദേഹത്തെ ഇരുത്തി അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ വളരെ മോശമായ കണ്ണുകളോടെയാണ് SI നായികയെ നോക്കുന്നത്. അങ്ങനെയുള്ളൊരു സമയത്താണ് നമ്മുടെ നായകൻ വീട്ടിലേക്ക് വരുന്നത്. തൻ്റെ ഭാര്യ ഭയന്ന് നിൽക്കുന്നത് അദ്ദേഹം കാണുന്നു. എന്ത് പറ്റി, എന്താ ഇങ്ങനെ ഭയന്ന് നിൽക്കുന്നത്, എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് വലതുവശത്ത് നോക്കുമ്പോൾ ആ SI മരിച്ചു കിടക്കുന്നത് അദ്ദേഹം കാണുന്നത്. എടി, എന്താടി സംഭവിച്ചത്, എന്താടി ഇവ മരിച്ചു കിടക്കുന്നത്, നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ വെച്ചാണ് അവർ സത്യം പറയുന്നത്. യഥാർത്ഥത്തിൽ SI നായികയുടെ അടുത്തേക്ക് വന്ന സമയത്ത് അവിടേക്ക് നായകന്റെ മകൻ വന്നു. പോലീസ് അങ്കിൾ, നിങ്ങൾ വീട്ടിലേക്ക് വന്നു. എൻ്റെ അച്ഛനോട് ഈ തോക്ക് ഉപയോഗിച്ച് പടക്കം പൊട്ടിക്കുന്ന കളിപ്പാടം ചോദിച്ചപ്പോൾ വാങ്ങി തന്നില്ല. നിങ്ങളുടെ തോക്കൊന്ന് തരുമോ, ഞാൻ നോക്കിയിട്ട് തരാം എന്നവൻ ചോദിക്കുന്നു. എടാ, ഈ തോക്കിൽ ഉണ്ടയുണ്ട്, ശരി നോക്കിയിട്ട് പെട്ടെന്ന് തരണം എന്ന് പറഞ്ഞ അവൻ അത് കൊടുക്കുകയാണ്. അവൻ വളരെ വികൃതിയായ ഒരു കുട്ടിയാണല്ലോ. ആ തോക്ക് വെച്ച് അങ്കിൾ ഹാൻഡ്സ് അപ്പ്, ഇപ്പോൾ ഞാൻ പോലീസ്, നിങ്ങൾ കള്ളൻ, ഞാൻ നിങ്ങളെ വെടിവെക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അറിയാതെ വെടിവെക്കുന്നു. അറിയാതെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് നടന്നതും അവിടെയുള്ള എല്ലാവരും ഞെട്ടിത്തെറിക്കുകയാണ്. SI സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുന്നു. ഇത് കണ്ട് നായകനും തകർന്നു പോയി തൻ്റെ മകനെ അടിക്കുകയാണ്. എടാ, നീ എന്ത് കാര്യമാണ് ഈ ചെയ്തത്, ഇപ്പോൾ നമ്മൾ എങ്ങനെയാ പെടാൻ പോകുന്നതെന്ന് അറിയാമോ, SI അടയാൾ, മുൻപേ എനിക്കും അയാൾക്കും പ്രശ്നമുണ്ട്, പോടാ എന്ന് പറഞ്ഞ അദ്ദേഹവും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. നായികയും നായകനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നായകൻ വളരെ സത്യസന്ധനായതുകൊണ്ട് മകൻ ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുക്കാം, ഞാനിപ്പോൾ ജയിലിൽ പോവാം, ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് അദ്ദേഹം ഭാര്യയോട് പറയുന്നു. അയ്യോ, നിങ്ങൾ ജയിലിൽ പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും, എനിക്കത് സഹിക്കാൻ കഴിയില്ല, നമുക്കിത് മറച്ചു വയ്ക്കാം എന്ന് അവരും പറയുന്നു. എന്ത് ഭ്രാന്ത ഈ പറയുന്നത്, അതൊന്നും നീതിക്കും ന്യായത്തിനും ശരിയാവില്ല, ഞാൻ വേണമെങ്കിൽ കുറ്റം ഏറ്റെടുക്കാം എന്ന് നായകൻ പറയുമ്പോൾ അതൊന്നും വേണ്ട, നിങ്ങൾ കുറ്റം ഏറ്റെടുത്ത് എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നവർ ഭീഷണിപ്പെടുത്തുന്നു. നായകന് അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. കുറച്ചു നേരം ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാര്യയുടെ അടുത്ത് വന്നിട്ട്, ശരി ഓക്കെ, നീ പറഞ്ഞതുപോലെ നമുക്കിത് മറച്ചു വയ്ക്കാം, പക്ഷേ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കാവൂ എന്ന് ആ ഒരു സത്യം വാങ്ങിച്ചിട്ട് അവിടെ ആ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ വീടൊക്കെ പൂട്ടി ആ SIയുടെ മൃതദേഹം ഒരു ചാക്കിലാക്കി കെട്ടുന്നു. SIയുടെ ഫോണും ഉണ്ടല്ലോ, ആ ഫോണും അതേ ചാക്കിലിടുന്നു. ഇതൊരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു വശത്ത് മന്ത്രി ആ ഗിഫ്റ്റ് ബോക്സ്, അതായത് ആ പണപ്പെട്ടി ഉണ്ടല്ലോ, അത് ഒരാൾക്ക് ഡെലിവറി ചെയ്യാനുണ്ട്.
എന്നാൽ ഇതുവരെ അയാൾക്കത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ വിളിക്കുകയാണ്. എന്താണത്? ഇന്നലെ PAക്ക് കൊടുത്തത് ഡെലിവറി ചെയ്യാൻ പറഞ്ഞതാണല്ലോ. PA പതിവ് പോലെ അവന്റെ കാറിലാണല്ലോ അത് വെച്ചിരിക്കുക. ഇന്ന് അവൻ ലീവ് ചോദിച്ച് നാട്ടിലേക്ക് പോവാണെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാറിലാണല്ലോ ആ ഗിഫ്റ്റ് ബോക്സ് ആയ പണം ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞ് മന്ത്രി തന്റെ ഗുണ്ടകളെ അയച്ചിട്ട് എൻ്റെ PAയുടെ വീട്ടിൽ പോയി അവന്റെ കാറിലിരിക്കുന്ന ആ ഗിഫ്റ്റ് ബോക്സ് എടുത്തുകൊണ്ട് വാ എന്ന് പറയുന്നു. ഇവിടെ നായിക ആ മൃതദേഹമൊക്കെ പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ വീടിന് ചുറ്റും ഈ മഞ്ഞൾ വെള്ളം തളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പോലീസ് നായ്ക്കൾ വന്നാലും ഇത് തളിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. ഞാൻ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം, നിങ്ങൾ വണ്ടി എടുത്തു പോയിട്ട് ഈ മൃതദേഹം എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വാ എന്ന് അവർ പറയുന്നു. ഇപ്പോൾ നമ്മുടെ നായകനും അങ്ങനെ ആ നാടൊക്കെ ചുറ്റിക്കറങ്ങുന്നു. അവിടെ കുറെ മലകളും കാടുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു മലയുടെ മുകളിൽ നിന്നും ഈ മൃതദേഹം താഴേക്കിടാം, ആർക്കും അറിയില്ല എന്ന് കരുതി ആ സ്ഥലം നായകൻ തീരുമാനിക്കുന്നു. അതൊക്കെ നോക്കി വെച്ചിട്ട് ഇപ്പോൾ നായകൻ തൻ്റെ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ വീടിന് മുന്നിൽ വലിയൊരു ആൾക്കൂട്ടം. എന്താ ഇത്രയും പേര് നിൽക്കുന്നത് എന്ന് നായകൻ പേടിയോടെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ നായകന്റെ ഭാര്യ അവിടെ ഒരു കാര്യം ചെയ്ത് കുളമാക്കി വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നായകൻ മൃതദേഹത്തോടൊപ്പം ഭാര്യയെ തനിച്ചാക്കി പോയതുകൊണ്ട് അവർക്ക് ഭയങ്കര പേടി വന്നിട്ട് അയൽവാസിയായ അമ്മൂമ്മയോട് താൻ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞു. ഉടനെ ആ അമ്മൂമ്മ ഈ സന്തോഷം ആഘോഷിക്കാൻ അയൽക്കാരെ എല്ലാവരെയും കൂട്ടിയിട്ട് ഇപ്പോൾ ആ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ മൃതദേഹമുള്ള വീട്ടിലാണ് സ്വന്തക്കാരെല്ലാവരും ഉള്ളത്. അടാ, എന്തിനാണ് ഇങ്ങനെ ചെയ്തു വെച്ചത് എന്ന് ചോദിച്ച് ഇപ്പോൾ ആ സ്വന്തക്കാരെയെല്ലാം നായകൻ പറഞ്ഞയച്ചിട്ട് ഇവൾ ഗർഭിണിയല്ലേ, അതുകൊണ്ട് ക്ഷീണം ഉണ്ടാവും, ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് നായികയെ ഉറക്കുന്നത് പോലെ അഭിനയിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പോയതിനു ശേഷം നായിക പറയാണ്, യഥാർത്ഥത്തിൽ പോലീസിന് സംശയം വരരുതല്ലോ, ഈ SI ഈ വഴി വന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ഈ ബന്ധുക്കളെയൊക്കെ വിളിച്ചത്. ഇപ്പോൾ ഇവരൊക്കെ വന്നു പോയില്ലേ, ഇവരെല്ലാവരും ദൃക്സാക്ഷികളാണ്. നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ ഫംഗ്ഷൻ നടന്നതുപോലെ നമുക്ക് കാണിക്കുകയും ചെയ്യാം. ഇത് കേട്ടപ്പോൾ ചില നേരത്ത് നീയും നന്നായി ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് നായകൻ ഭാര്യയെ അഭിനന്ദിക്കുന്നു. ശരി, നമ്മുടെ മോൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ ബൂസ്റ്റൊക്കെ കുടിച്ചിട്ട് ആ മൃതദേഹത്തിന്റെ കൂടെ കിടന്നുറങ്ങുകയാണെന്ന് പറയാണ്. ഇപ്പോൾ അന്ന് രാത്രി പെട്ടെന്ന് ഇവരുടെ വീടിന്റെ വാതിൽ ആരോ മുട്ടുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ പുറത്ത് പോലീസുകാർ തടിച്ചുകൂടി നിൽക്കുകയാണ്. നായകന് അവിടെ ഭയങ്കരമായ പേടി വരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആ വാതിൽ തുറന്നിട്ട് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങുന്ന നേരത്ത് ബുദ്ധിമുട്ടിച്ചോ എന്നും ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ദീപാവലി സമയത്ത് സുരക്ഷ നൽകാൻ വന്നതാണ്, രാത്രിയൊക്കെ കുറച്ച് ഡ്യൂട്ടി ഉണ്ടല്ലോ, അതുകൊണ്ടൊരു ചായ ഇട്ട് തരുമോ എന്ന് ചോദിച്ച് നിന്റെ വീട്ടിലേക്ക് വന്നതാണ് എന്നവർ പറയുന്നു. ഇപ്പോൾ ഇവർ സോഫയുടെ പിന്നിലാണ് ആ മൃതദേഹം വെച്ചിരിക്കുന്നത്. അതും പോലീസിന്റെ കണ്ണിൽ പെടാതെ മറച്ചു വെച്ച് അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നു. ആ ചായ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാർ അവിടെ നിന്നും പോവാണ്. മറുവശത്ത് മന്ത്രിയുടെ ഗുണ്ടകൾ നായകന്റെ അയൽവാസിയായ ആ PAയുടെ വീടിനെ ലക്ഷ്യമാക്കിയാണ് വന്നിരിക്കുന്നത്. ആ PAയുടെ കാറിൽ ആ ഗിഫ്റ്റ് ബോക്സ് ആയ പണപ്പെട്ടി ഉണ്ടാവുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ പോലീസുകാർ പോകുന്നവരെ അവർ കാത്തു നിൽക്കുന്നു. എന്നാൽ പോലീസുകാർ പോയ ഉടനെ നമ്മുടെ നായകൻ ആ കാറിന്റെ ഡിക്കിയിലാണ് ഈ SIയുടെ മൃതദേഹം കൊണ്ടുപോയി വെക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ആ മൃതദേഹവും വഹിച്ച് ആ കാറുമായി അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇതൊന്നും മന്ത്രിയുടെ ഗുണ്ടകൾ കാണുന്നില്ല. നായകൻ രാവിലെ വന്ന ആ സ്ഥലം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ സ്ഥലത്ത് മൃതദേഹം ഉപേക്ഷിക്കാമെന്ന് കരുതുമ്പോൾ അവിടെ ഭയങ്കര പോലീസ് കൂട്ടം. എന്താ കാര്യമെന്ന് നോക്കുമ്പോൾ അവിടെ ഏതോ ഒരു കുടിയൻ മദ്യപിച്ചിട്ട് താഴേക്ക് ചാടിയത്രേ. അതുകൊണ്ടാണ് പോലീസുകാർ അവിടെ നിൽക്കുന്നത്. അമ്മോ, ഈ പോലീസുകാർ നമ്മുടെ വീട്ടിൽ വന്ന് ചായ കുടിച്ചിട്ട് പോയവരല്ലേ, ഇവര് നമ്മളെ കണ്ടാൽ തീർന്നു എന്ന് കരുതി നായകൻ തിരികെ പോകാൻ ശ്രമിക്കുമ്പോഴേക്കും പോലീസ് കാണുകയാണ്. എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് നായകനോട് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല സർ, നിങ്ങൾ ചായ കുടിച്ചല്ലോ, ആ ഫ്ലാസ്ക് വാങ്ങാൻ വന്നതാണ്. എൻ്റെ ഭാര്യ ഭയങ്കര ടോർച്ചറാണ്, ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ, എന്തിനവൻ പാതിരാത്രിയിൽ വന്ന് ഫ്ലാസ്ക് ചോദിക്കുന്നത്, ഇതിലെന്തോ ദുരൂഹതയുണ്ടല്ലോ എന്ന് പോലീസുകാരും സംശയിക്കുന്നു. ഇപ്പോൾ നായകൻ വീണ്ടും ആ മൃതദേഹം കുഴിച്ചിടാൻ കഴിയാതെ ആ കാറുമായി തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എതിരെ ആ എൽബോർഡ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവിംഗ് ക്ലാസ് ടീച്ചർ വരുന്നു. എന്താടാ ഇത്, നിന്റെ അയൽവാസിയുടെ കാറല്ലേ, നീ ഈ കാറാണ് ഓടിക്കുന്നത്, എനിക്ക് തരായിരുന്നില്ലേ, ഞാൻ ഉപയോഗിക്കായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഉള്ള പ്രശ്നത്തിന്റെ ഇടയിൽ നീ വേറെ പോയോ എന്ന് പറഞ്ഞ് നായകൻ അവിടെ നിന്നും പോവാണ്. അപ്പോഴാണ് അവിടെ ഒരു ന്യൂസ് പേപ്പറിൽ നായകൻ ഒരു വാർത്ത വായിക്കുന്നത്. അതായത് അവരുടെ നാട്ടിൽ നിന്നും 150 കിലോമീറ്റർ അകലെ ഒരു നാടുണ്ട്, അവിടെ ചില അനാഥ പ്രേതങ്ങളുണ്ട്. ആ നാട്ടിലെ MLA ആ മൃതദേഹങ്ങളെയൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ അടക്കം ചെയ്യുന്നു എന്ന പത്രത്തിൽ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നായകൻ ഒരു പ്ലാൻ ചെയ്യുന്നത്. ഈ മൃതദേഹങ്ങൾക്കൊപ്പം ഒരു മൃതദേഹമായി ഈ SIയുടെ ബോഡിയും വെക്കാം എന്ന് തീരുമാനിക്കുന്നു. ഇവിടെ SIയുടെ ഭാര്യയെ കാണിക്കുകയാണ്. അവരും തൻ്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വരുന്നു. സ്റ്റേഷനിലുള്ളവരൊക്കെ ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ആ SI പല സ്ത്രീകളുമായി ബന്ധമുള്ള ആളാണല്ലോ. അങ്ങനെ 2 ദിവസം മദ്യപിച്ചിട്ട് ഏതോ പെണ്ണിന്റെ വീട്ടിലായിരിക്കും കിടക്കുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട്, വിഷമിക്കേണ്ട, എന്തെങ്കിലും കേസിന്റെ ആവശ്യത്തിന് പോയി കാണും, വേഗം വരും എന്ന് പറയുന്നു. ഇപ്പോൾ അതെല്ലാം അതേ സ്റ്റേഷനിലിരിക്കുന്ന ആ ഹെഡ് കോൺസ്റ്റബിൾ കാണുന്നുണ്ട്. അദ്ദേഹം അവിടെയുള്ള മറ്റു പോലീസുകാരോട്, എനിക്കെന്തോ നമ്മുടെ നായകന്റെ മേലെയാണ് സംശയം എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ നായകൻ തന്റെ ഭാര്യയും കൂട്ടി അടുത്ത ദിവസം രാവിലെ ഈ ബോഡിയെ ആ അനാഥ പ്രേതങ്ങളുടെ കൂടെ ഇടാൻ വേണ്ടി പുറപ്പെടുന്നു. കൂടെ തന്റെ മകനെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ആ ബോഡി അവിടെ ഇട്ടിട്ട് ഭാര്യയുടെ വീട്ടിൽ പോയി കുറച്ച് നാൾ നിന്നിട്ട് വരാം എന്നാണ് നായകന്റെ പ്ലാൻ. ഇവിടെ MLAയുടെ ആളുകളും ആ കാറിനായി അവിടെ വാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു.
അവർ നമ്മുടെ നായകൻ ആ കാർ എടുത്തുകൊണ്ട് പോയത് കണ്ടുപിടിക്കുന്നു. ഈ വിവരം MLAയോട് പറയുന്നു. അപ്പോൾ ഈ നായകൻ തന്നെയാണ് നമ്മുടെ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയത് എന്ന് അദ്ദേഹവും വിചാരിച്ചിട്ട് നായകന്റെ കുടുംബത്തെ പിന്തുടരാൻ പറയുന്നു. ഇപ്പോൾ അവരും നായകനെ തിരഞ്ഞിറങ്ങാണ്. ഇവിടെ നായകൻ പോകുന്ന വഴിയിൽ അറിയാതെ ഒരു ബൈക്കിൽ പോയി ഇടിക്കുന്നുണ്ട്. അവിടെ ബൈക്ക് ഓടിച്ചു വന്ന ആൾ മയങ്ങി വീഴുന്നു. അയാളുടെ പേര് രാമ. ജീവനുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അത് മാത്രമല്ല, അയ്യോ രണ്ടാമതായി മറ്റൊരു സംഭവം കൂടി ആയല്ലോ എന്ന് നായകൻ പേടിക്കുന്നു. താഴെ നിറയെ സ്ഥലമുണ്ടല്ലോ, ആ മൃതദേഹത്തിനോടൊപ്പം ഇവനെയും ഇട്ടേക്കാം എന്ന് ഭാര്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ താഴെ വീണ രാമ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു. എന്ത് കുടുംബം ഇത്? ഇങ്ങനൊരു കുടുംബത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇടിച്ചിട്ട് എന്നെ രക്ഷിക്കുമെന്ന് കരുതിയപ്പോൾ ഡിക്കിയിൽ ഇടുന്നതിനെ കുറിച്ചിട്ടാണോ സംസാരിക്കുന്നത്? നിങ്ങൾ ഇടിച്ചതിൽ എൻ്റെ ബൈക്ക് പോയി, ഞാൻ പോകേണ്ട സ്ഥലത്ത് നിങ്ങളാണ് എന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം ഇവരുടെ കാറിൽ കയറി ഇരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഈ രാമ ഈ കുടുംബത്തിന്റെ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു. നിങ്ങൾ എന്തോ ഒരു സംഭവം ചെയ്തിട്ട് അത് മറച്ചു വെക്കാനാണ് ഈ കാറിന്റെ ഡിക്കിയിൽ വെച്ച് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറ, ആ SI എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഈ കുടുംബം ഞെട്ടുകയാണ്. ഈ രാമയുടെ കയ്യിൽ നമ്മൾ പെട്ടെന്ന് തോന്നുന്നു ഇതോടെ നമ്മുടെ കഥ കഴിഞ്ഞു എന്നവർ ഭയപ്പെടുന്നു. നായികയും ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് അവിടെ വെച്ചിരിക്കുന്ന ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് വീണ്ടും രാമയുടെ തലയിൽ അടിക്കുന്നു. ഇപ്പോൾ രാമ അവിടെ തന്നെ മയങ്ങി വീഴുന്നു. തന്റെ ഭർത്താവിനോട് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, നോക്കാം എന്ന് പറയുന്നു. ഇവിടെ മറുവശത്ത് ആ ഹെഡ് കോൺസ്റ്റബിൾ ഇല്ലേ, അദ്ദേഹം ഈ കാണാതായ SI എവിടെ പോയി എന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നായകന്റെ മേലെ സംശയം തോന്നി അദ്ദേഹം ചില അന്വേഷണങ്ങളൊക്കെ നടത്തുന്നതായി അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ പോകുന്ന വഴിക്ക് നായകന്റെ ഭാര്യയ്ക്ക് ഭയങ്കരമായി വിശക്കുന്നുണ്ട്. തന്റെ ഭാര്യയെയും നായകൻ ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക, എനിക്ക് വിശക്കുന്നില്ല, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് തന്റെ മകനെയും ഭാര്യയും ഭക്ഷണം കഴിക്കാൻ ഇരുത്തുന്നു. അങ്ങനെ കഴിക്കാൻ ഇരുത്തിയിട്ട് വീണ്ടും ആ കാറിൽ കയറി പോവാണ്. ശരി, കൂടെ ഉണ്ടായിരുന്ന ആ രാമ എന്ത് ചെയ്യാണെന്ന് നോക്കിയാൽ അദ്ദേഹം ഇപ്പോഴും മയക്കത്തിൽ ആ കാറിൽ കിടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നായകന്റെ മൊബൈലിലേക്ക് ആ മന്ത്രി തന്നെ വിളിക്കുകയാണ്. എടാ, കാറിൽ എന്റെ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്? മര്യാദയ്ക്ക് അത് എന്റെ കയ്യിൽ തന്നേക്ക്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യും എന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു. നായകന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് ഗിഫ്റ്റ് ബോക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഈ കാറിൽ അങ്ങനെ ഒന്നുമില്ലല്ലോ എന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കില്ല, മര്യാദയ്ക്ക് കാറ് നിർത്ത്, എന്റെ ആൾക്കാർ പിന്നാലെ വരുന്നുണ്ട്, അവിടെ വെച്ച് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നു. എന്നാൽ നായകൻ നിൽക്കുന്ന പ്രശ്നത്തിൽ കാറ് ചെക്ക് ചെയ്താൽ അദ്ദേഹം പിടിക്കപ്പെടും. അതുകൊണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും നേരെ പോവാണ്. അങ്ങനെ നേരെ പോകുമ്പോൾ അവിടെ പോലീസ് ചെക്ക് പോയിന്റ് ഉണ്ട്. ഇപ്പോൾ പോലീസ് പരിശോധിച്ചാൽ നായകൻ കൈയോടെ പിടിക്കപ്പെടും. ഇപ്പോൾ പോലീസുകാരും വന്ന് കാറിന്റെ ഡിക്കി തുറക്കാൻ പറയുന്നു. കാറിന്റെ ഡിക്കിയിലാണ് ആ മൃതദേഹം ഉള്ളതെന്ന് കരുതി നോക്കുമ്പോൾ ഡിക്കിയിൽ അതില്ല. അപ്പോഴാണ് ആ കാറിന് മുകളിൽ ഒരു ബാഗ് ഇരിക്കുന്നത് പോലീസുകാർ ശ്രദ്ധിക്കുന്നത്. ഇതെന്ത് ബാഗാണ് എന്ന് നോക്കുമ്പോൾ നായകൻ ആ ബാഗിലാണ് SIയെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവർ കുടുംബത്തോടെ ഭയപ്പെടുകയാണ്. ആ ബാഗ് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ ആ ബാഗിലും ആ മൃതദേഹമില്ല. ഇപ്പോൾ ഇവരും ആ കാറ് കാണിച്ചിട്ട്, അതായത് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെട്ട് എങ്ങനെയോ സേഫായി ആ ബോർഡർ ക്രോസ് ചെയ്ത് വരുമ്പോൾ അപ്പോഴാണ് നായിക ആ SIയുടെ ബോഡി എവിടെ പോയി, എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നത്. അപ്പോഴാണ് നായകൻ അവിടെ ഒരു ട്വിസ്റ്റ് പറയുന്നത്. അതായത് കുറച്ചു നേരം മുമ്പ് നമ്മുടെ നായികയെയും മകനെയും നായകൻ ഒരു ഹോട്ടലിൽ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചില്ലേ? അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു സംശയം വന്നിരുന്നു. കാരണം ഈ നാട് കടക്കുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് അദ്ദേഹം കേട്ടിരുന്നു. അങ്ങനെ ഒരു മല കയറി നോക്കുമ്പോൾ അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ചെക്ക് പോയിന്റ് നമ്മൾ എങ്ങനെയെങ്കിലും കടന്നു പോകണമല്ലോ എന്ന് നായകൻ ചിന്തിക്കുമ്പോൾ അപ്പോഴാണ് അദ്ദേഹം ഒരു ഐഡിയ ചെയ്യുന്നത്. അതായത് അവിടെ പറ അടിക്കുന്നവരെ വിളിച്ചിട്ട് ഒരു മൃതദേഹമുണ്ട്, ആ മൃതദേഹം ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ആ മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാറിൽ വെച്ച് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് കാശ് കൊടുക്കുന്നു. ഇപ്പോൾ അവരും പറയടിച്ച് ഒരു ഘോഷയാത്ര പോലെ അത് കൊണ്ടുവരുന്നു. അങ്ങനെ അതിലൂടെയാണ് ആ ചെക്ക് പോസ്റ്റ് അവർ കടന്നത്. ഇപ്പോൾ കാറും ആ ചെക്ക് പോസ്റ്റിന് കുറച്ചപ്പുറം നിർത്തി ആ മൃതദേഹം നമ്മുടെ നായകൻ വാങ്ങിച്ചിട്ട് അവർക്ക് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്നും തന്റെ ഭാര്യയോടും മകനോടൊപ്പം വീണ്ടും അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നു. ഇപ്പോൾ അവിടെ മയക്കത്തിലായിരുന്ന രാമ ഉണ്ടല്ലോ, അദ്ദേഹം ആ കാറിൽ നിന്ന് ഉണരുന്നു. ഇപ്പോൾ മുൻപ് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും അറിയാതെ പുതുതായി സംസാരിക്കുന്നു. സർ, മുൻപ് നിങ്ങൾ മദ്യപിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനൊരു ഡ്രാമ ആർട്ടിസ്റ്റാണ്, ഞാനൊരു SIയെ കാണാതായതുപോലെ ഒരു നാടകത്തിൽ അഭിനയിച്ചു, ആ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയുന്നു. ഇതിൽ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ നായകന്റെ ഭാര്യ തലക്കടിച്ചായിരുന്നല്ലോ, അതുകൂടി അദ്ദേഹം ഇപ്പോൾ മറക്കുകയാണ്. നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ പറയുന്ന സ്ഥലത്ത് എന്നെ ഇറക്കി വിട്ടിട്ട് നിങ്ങൾ പൊക്കോ, ഞാൻ വേറൊരു നാടകത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നായകനും ഒരു ഘട്ടത്തിൽ ഹൈവേയിലൂടെ പോകുന്ന വഴിയിൽ അവിടെ റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് ഉള്ളിലുള്ള ഒരു ഗ്രാമത്തിലൂടെ ചുറ്റി പോകണം എന്ന് പറയുന്നു. ഇവിടെ ആ ഹെഡ് കോൺസ്റ്റബിൾ ഇല്ലേ, അദ്ദേഹവും തന്റെ മേലുദ്യോഗസ്ഥനോട് നമ്മുടെ നായകൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, SI അവസാനമായി നായകന്റെ വീട്ടിൽ പോയതായി പറയുന്നുണ്ട്. SIയുടെ ബൈക്ക് അവിടെയുള്ളതായി ഞാൻ കണ്ടു. ഇപ്പോൾ യാതൊരു ബന്ധവുമില്ലാതെ നായകൻ തന്റെ കുടുംബത്തോടൊപ്പം വേറൊരു നാട്ടിലേക്ക് പോവുകയാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു ദുരൂഹതയുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ അവനെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചു നോക്ക് എന്ന് പറയുന്നു. ഇപ്പോൾ നായകനെ ആ ഉദ്യോഗസ്ഥൻ വിളിക്കുന്നു. എടാ, അവസാനമായി SI നിങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എന്തിനാ സർ വരുന്നത്, വേണമെങ്കിൽ അടുത്തുള്ള മന്ത്രിയുടെ PA ഇല്ലേ, ആ PAയുടെ വീട്ടിൽ വന്നിട്ടുണ്ടാവും, ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് സർ അറിയാം,
എന്ന് നായകൻ മറുപടി പറഞ്ഞു ഒഴിവാക്കുന്നു. ഇപ്പോഴാണ് ഭാര്യയോട് പോലീസിന് സംശയം വന്നു തുടങ്ങി, നമ്മൾ വേഗത്തിൽ ഈ മൃതദേഹം ഡിസ്പോസ് ചെയ്തേ തീരൂ എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് കാറ് കേടാവാണ്, അതായത് പെട്രോൾ ഇല്ലാതെ നിൽക്കുകയാണ്. നായകനും പെട്രോൾ വാങ്ങി വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ നായകന്റെ കാർ അന്വേഷിച്ച് മന്ത്രിയുടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അവരത് കാണുന്നുണ്ട്. നമ്മൾ അന്വേഷിച്ചു വന്ന കാർ ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് അവിടെ നമ്മുടെ നായകന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ ആ കാറും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നായകൻ ആ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ തൻ്റെ ഭാര്യയും മകനും റോഡിൽ നിൽക്കുന്നത് കാണുകയാണ്. എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ ആ മന്ത്രിയുടെ ആളുകൾ വന്ന് ഈ കാർ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നു. ഇദ്ദേഹത്തിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത്രയേ ഉള്ളൂ, ഇനി മന്ത്രി തന്നെ ഇത് കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ശരിക്കും പെടും. ഇതിനു മുകളിൽ വേറൊരു ഓപ്ഷനില്ല, ഞാൻ തന്നെ പോയി കീഴടങ്ങുന്നതാണ് നല്ലത്. നമ്മുടെ മകനെയെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തിയതുപോലെ ആവുമല്ലോ എന്നവിടെ അദ്ദേഹം പറയാണ്. ഇപ്പോൾ ഇവരും കണ്ണീരോടെ പരസ്പരം കെട്ടിപ്പിടിച്ച് എന്താണ് നമ്മുടെ ജീവിതം ഇങ്ങനെയായി പോയത് എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ മന്ത്രിയും കാറ് കിട്ടി എന്ന് തന്റെ ആളുകൾ ഫോൺ ചെയ്ത് പറയുന്നത് കേട്ട് വലിയ സന്തോഷത്തിലാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നായകന്റെ മകൻ അവിടെ ഒരു സംഭവം കാണുന്നത്. ഉടനെ അച്ഛനോട്, അച്ഛൻ അവിടെ നോക്ക്, നമ്മുടെ കാറ് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. നായകൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ കാർ അവിടെ വരുന്നുണ്ട്. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ ഗുണ്ടകളെ അടിച്ചിട്ട് നമ്മുടെ നായകന്റെ കൂടെ വന്ന ആ ഡ്രാമ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അദ്ദേഹം ആ കാറ് കൊണ്ടുവരുന്നത് കാണുന്നത്. സാർ എങ്ങനെയാ സാർ ഞങ്ങളുടെ കാറ് വീണ്ടും എടുത്തുകൊണ്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അവിടെ ചെറിയൊരു കഥ പറയുന്നു. ഞാൻ പോയ സ്ഥലത്ത് എൻ്റെ നാടകം ക്യാൻസലായി, അതുകൊണ്ട് നാട്ടുകാരുമായി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹൈവേയിലൂടെ നിങ്ങളുടെ കാറ് വരുന്നത് ഞാൻ കണ്ടത്. ഞാനും ആ കാറ് നിർത്തിച്ചു. നോക്കുമ്പോൾ കാറിനുള്ളിൽ നിങ്ങളില്ല, നിങ്ങളുടെ ബാഗ് ഉണ്ട്. കാറിനുള്ളിൽ നിങ്ങളില്ലെന്ന് കണ്ടപ്പോൾ നിങ്ങളെ ആരോ പറ്റിച്ച് ഈ കാർ മോഷിച്ചു കൊണ്ടുപോയതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം എൻ്റെ കൈവശമുള്ള ആയുധം വെച്ച് അവരെ അടിച്ച് ഇപ്പോൾ ആ കാറ് കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾ ലിഫ്റ്റ് തന്ന് സഹായിച്ചതല്ലേ, ഈ സഹായം പോലും ഞാൻ നിങ്ങൾക്ക് ചെയ്യില്ലേ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴാണ് നായകന് വലിയൊരു ആശ്വാസം ലഭിക്കുന്നത്. ഇപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മന്ത്രിയുടെ ഗുണ്ടകൾ മന്ത്രിയെ വിളിച്ച് വീണ്ടും ആ നായകൻ കാർ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നു. മന്ത്രിക്ക് ഭയങ്കര ദേഷ്യം വരാണ്. അവൻ പാവമാണല്ലോ എന്ന് കരുതി അവനെ വെറുതെ വിടാമെന്ന് കരുതിയതാണ്. ഇതിനുശേഷം നിങ്ങൾ വെറുതെ ഇരിക്കരുത്, അവനെ കണ്ടാൽ അവനെ തട്ടിക്കളഞ്ഞിട്ട് ആ കാർ കൊണ്ടുവരൂ എന്ന് അദ്ദേഹം ഓർഡർ ഇടുന്നു. ഇവിടെ നമ്മുടെ നായകൻ താൻ വരേണ്ടിയിരുന്ന ആ ശ്മശാനത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ അവിടെ നിരവധി അനാഥ പ്രേതങ്ങളുണ്ട്. എന്നാൽ അവിടെ വേട്ടക്കാരൻ കൂടിയുണ്ട്. അദ്ദേഹം അറിയാതെ വേണം ഇപ്പോൾ അതിനുള്ളിൽ ഇത് കൊണ്ടുപോയി വെക്കാൻ. അതിനെന്ത് ചെയ്യാം എന്ന് നായകൻ പ്ലാൻ ചെയ്യുമ്പോൾ ഭാര്യയോട് പറയാണ്, നീ പോയി ആ വേട്ടക്കാരനോട് സംസാരിക്കേ, ആ തക്കത്തിൽ ഞാൻ പിന്നിലൂടെ പോയി ഈ മൃതദേഹം ആ അനാഥ പ്രേതങ്ങൾക്കൊപ്പം വെച്ചിട്ട് വരാം. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായകൻ ആ വേട്ടക്കാരൻ അറിയാതെ ആ ശ്മശാനത്തിലേക്ക് പോയിട്ട് അവിടെ ഒരു മുറിക്കുള്ളിൽ 4-5 മൃതദേഹങ്ങളുണ്ട്. ആ മൃതദേഹങ്ങൾക്കൊപ്പം ഇത് വെച്ചിട്ട് വരുന്നു. അത്രയേ ഉള്ളൂ, ഇതോടെ ഇവരുടെ പ്രശ്നം തീരുകയാണ്. ഇവർ കുടുംബമായിട്ടും ഇനി നമ്മൾ രക്ഷപ്പെട്ടു, പിടിക്കപ്പെടില്ല എന്ന് സന്തോഷിക്കുന്നു. അപ്പോഴും അടുത്തായി ഒരു ചെറിയ പാർട്ടി നടക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ഇവർ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ നായകനോട് മാപ്പ് ചോദിക്കുന്നു. നിങ്ങളുടെ വാക്കുകളൊന്നും കേൾക്കാതെ നിങ്ങളെ ചീത്ത പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണം. പ്രശ്നങ്ങളെല്ലാം എന്നിൽ നിന്നാണ് വന്നത്. ഇനി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം, എൻ്റെ വീട്ടിലേക്ക് വാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നായകന്റെ നമ്പറിലേക്ക് പെട്ടെന്ന് ഒരാൾ വിളിക്കുന്നത്. ആരാണെന്ന് നോക്കുമ്പോൾ അതൊരു അജ്ഞാതനിൽ നിന്നാണ് വന്നത്. തൻ്റെ പേര് പറയാൻ അയാൾ തയ്യാറാവുന്നില്ല. ഈ SIയെ നീയാണ് കൊന്നതെന്നും അദ്ദേഹത്തിന്റെ ബോഡി ഡിസ്പോസ് ചെയ്തതെന്നും എനിക്കറിയാം. ഇത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോലീസിനോട് പറയും. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ എനിക്ക് 50 ലക്ഷം രൂപ വേണം എന്ന് ചോദിക്കുമ്പോൾ നായകന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പോലീസ് വരെ പോകണോ എന്ന് ചിന്തിക്കുകയാണ്, ഭയപ്പെടുന്നു. ഇപ്പോൾ ആ ഫോൺ കട്ട് ചെയ്തിട്ട് തൻ്റെ ഭാര്യയും മകനെയും അവിടെ ഒരു ഓട്ടോ പിടിച്ച് നീ നിന്റെ വീട്ടിലേക്ക് പോ, ഞാനൊരു കൂട്ടുകാരനെ കണ്ടിട്ട് വരാം എന്നവിടെ പറയുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തിനിങ്ങനെ സംസാരിക്കുന്നത് എന്നവർ ചോദിക്കുന്നുണ്ടെങ്കിലും ആ പ്രശ്നത്തെക്കുറിച്ച് ഭാര്യയോട് പറയാതെ രഹസ്യമായി തൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് മകനെയും കെട്ടിപ്പിടിച്ചിട്ട് ഒരു പ്രശ്നവുമില്ല, എല്ലാം ഞാൻ നേരിട്ടോളാം, നിങ്ങൾ രണ്ടുപേരും ഭദ്രമായി വീട്ടിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ അവരെ പറഞ്ഞയച്ചിട്ട് വീണ്ടും ആ നമ്പറിലേക്ക് വിളിക്കുന്നു. എൻ്റെ കുടുംബത്തിന് ഒരു പ്രശ്നവും വരരുതെന്ന് കരുതിയിട്ടാണ് ഞാനിത് മറച്ചു വെക്കാൻ ശ്രമിച്ചത്. പക്ഷെ നീ എൻ്റെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ പോലീസിൽ പോയി കീഴടങ്ങാൻ പോവാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും കീഴടങ്ങുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. നിനക്ക് ആ 50 ലക്ഷം രൂപയൊന്നും എനിക്ക് തരാൻ കഴിയില്ല. ഇതെല്ലാം ചെയ്തത് ഞാൻ തന്നെയാണെന്ന് പോലീസിൽ കീഴടങ്ങാൻ പോവാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ അപ്പോഴാണ് ആ അജ്ഞാതൻ പറയുന്നത്, എൻ്റെ കയ്യിൽ വീഡിയോ തെളിവുണ്ട്, ഇത് നീയല്ല നിന്റെ മകനാണ് ചെയ്തത്. ഇപ്പൊ പറ, ഇത് ഞാൻ പുറത്തു വിട്ടാൽ പിടിക്കപ്പെടേണ്ടത് നിന്റെ മകനല്ലേ, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നായകൻ പെട്ടെന്ന് ഞെട്ടുന്നു. അവിടെ എന്ത് സംസാരിക്കണമെന്ന് പോലും അറിയുന്നില്ല. അപ്പോഴാണ് അവനും പറയുന്നത്, ഞാൻ മുൻപ് 50 ലക്ഷമാണ് ചോദിച്ചത്, എനിക്കിപ്പോൾ 1 കോടി രൂപ വേണം, അത് തന്നിട്ട് നീ പൊക്കോ എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ നായകൻ നേരെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അതേസമയം ഇവിടെ ഈ മന്ത്രി നായകന്റെ ഭാര്യയുടെ വീട്ടിലേക്ക്, അതായത് നായികയുടെ അച്ഛനും അമ്മയും ഉള്ള വീട്ടിലേക്ക് പോയി അവിടെയുള്ള നമ്മുടെ നായികയെ തട്ടിക്കൊണ്ടുവരാൻ തന്റെ ആളുകളെ പറഞ്ഞയക്കുകയും അങ്ങനെ ആ ഗുണ്ടകൾ വന്ന് അവിടെ നായികയുടെ അച്ഛനെയും അമ്മയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇവിടെ നമ്മുടെ നായകന് എങ്ങനെ തന്റെ കുടുംബത്തെ രക്ഷിക്കണമെന്ന് അറിയുന്നില്ല. 1 കോടി രൂപയ്ക്ക് അദ്ദേഹം എവിടെ പോവും എന്നും അറിയുന്നില്ല.
സത്യസന്ധമായി അധ്വാനിച്ച ആളാണ്. അതുകൊണ്ട് അവിടെ ഒരു വിപരീത തീരുമാനം എടുക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ മുൻപേ ആ SIയുടെ തോക്കുണ്ടല്ലോ, ഇപ്പോൾ ആ തോക്ക് എടുക്കുകയാണ്. അങ്ങനെ തൻ്റെ മുന്നിൽ ഒരു ഫോൺ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട്, അതായത് ഈ SIയെ ഞാൻ തന്നെയാണ് ഈ തോക്ക് ഉപയോഗിച്ച് അറിയാതെ കൊന്നു കളഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ബോഡി ഇവിടെയുള്ള ഒരു ശ്മശാനത്തിൽ കൊണ്ടുപോയി വെച്ചു. ഇതെല്ലാം എന്റെ തെറ്റാണ്. നേരത്തെ ആ SIയുമായുള്ള മുൻവൈരാഗ്യം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. ആ കുറ്റബോധത്തിൽ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് തന്റെ തോക്ക് വെച്ച് ആ വീഡിയോയിൽ അദ്ദേഹം സ്വയം ജീവൻ എടുക്കുന്നതായി അവിടെ കാണിക്കുന്നു. കട്ട് ചെയ്താൽ അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. നമ്മുടെ നായകന്റെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ നമ്മുടെ നായകൻ വരുന്നു. തന്റെ സെൽഫോണുമായി അവിടെ വന്നിരിക്കുകയാണ്. ആജ്ഞാതൻ നായകനെ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫോൺ കട്ട് ചെയ്തിട്ട്, സാർ നിങ്ങൾക്കൊരു പരാതി നൽകാനുണ്ട് എന്ന് പറയുന്നു. എന്ത് പരാതി എന്ന് ചോദിക്കുമ്പോൾ, സാർ ഞാൻ അറിയാതെ ആ SIയെ കൊന്നു കളഞ്ഞു സാർ. അതെ സാർ, അതിന് കാരണം ഞാനാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടെയുള്ള പോലീസുകാർ ഞെട്ടിപ്പോവാണ്. നേരത്തെ നായകനെ സംശയിച്ചിരുന്ന ആ ഹെഡ് കോൺസ്റ്റബിൾ വന്ന്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാർ, ഇവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്ന്, നിങ്ങളല്ലേ വിശ്വസിക്കാതിരുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ ആ SIയുടെ തോക്കും നായകൻ പോലീസിനെ ഏൽപ്പിക്കുകയാണ്. ഇതിൽ നിന്നാണ് സാർ ആ SIയെ വെടിവെച്ചത്. ആ SI എന്റെ ഭാര്യയോട് മോശമായി പെരുമാറി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നും പറയുന്നു. അങ്ങനെ ഇത് പറഞ്ഞിട്ട് പോലീസിനോട് ചോദിക്കുന്നു, ഈ സത്യം ഞാൻ പറഞ്ഞില്ലേ സാർ, അതുകൊണ്ട് എന്റെ ശിക്ഷ കുറച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അത് സത്യമല്ല സാർ, എന്റെ മകനാണ് സാർ ഇത് ചെയ്തത് എന്ന് മറ്റൊരു സത്യം നായകൻ പറയുന്നു. എന്താണ് നീ മാറ്റി മാറ്റി പറയുന്നത്? നീയാണോ ചെയ്തത് അതോ നിന്റെ മകനാണോ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, സാർ ഞങ്ങൾ രണ്ടുപേരുമല്ല സാർ ചെയ്തത്, മൂന്നാമതായി മറ്റൊരു വ്യക്തിയാണ് സാർ ഇത് ചെയ്തത്. ഇത് ഇന്നലെ രാത്രിയാണ് സാർ ഞാൻ കണ്ടുപിടിച്ചത്, അത് പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞ് അവിടെ മറ്റൊരു ടെസ്റ്റ് കൂടി നൽകുന്നു. അതാരാണെന്ന് ചോദിക്കുമ്പോഴാണ് നായകൻ ഇന്നലെ രാത്രി തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോയപ്പോൾ ആ തോക്ക് അവസാനമായി ടെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ആ തോക്ക് തുറന്നു നോക്കുമ്പോൾ അതിൽ എല്ലാ വെടിയുണ്ടകളും ഉണ്ടായിരുന്നു. എന്റെ മകനാണ് ഒരു പക്ഷേ ഈ SIയെ വെടിവെച്ചതെങ്കിൽ ഒരു വെടിയുണ്ടെങ്കിലും കുറയേണ്ടതല്ലേ? എങ്ങനെയാണ് എല്ലാ വെടിയുണ്ടകളും അതിലുള്ളത്? അപ്പോൾ ഇതിൽ നിന്നല്ല വെടിയേറ്റിട്ടുള്ളത്, മറ്റൊരു മാർഗത്തിലൂടെയാണ് SIയെ കൊന്നതെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോഴാണ് തന്റെ മകൻ നമ്മുടെ നായകന് ഒരു റീൽസ് അയക്കുന്നത്. അതായത് അയൽവാസിയായ പയ്യനോടൊപ്പം അവൻ റീൽസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ നായകന്റെ വീടിന്റെ പശ്ചാത്തലത്തിൽ ആ അയൽവാസിയായ പയ്യൻ ഒരു റീൽസ് ചെയ്തിരുന്നു. അങ്ങനെ ആ നായകന്റെ വീടിന്റെ ജനലിന്റെ അടുത്ത് ആ SI വന്ന സമയത്ത് ഒരു അജ്ഞാതൻ നിന്ന് ആ SIയെ ലക്ഷ്യമാക്കുന്നത് കാണുന്നു. ആ ലക്ഷ്യമാക്കുന്ന വ്യക്തിയാണ് SIയെ വെടിവെച്ചതെന്ന് നായകൻ ആ ഫോട്ടോ സൂം ചെയ്ത് കാണിച്ചപ്പോൾ അത് വേറെ ആരുമല്ല, ആ സ്റ്റേഷനിലുള്ള ഹെഡ് കോൺസ്റ്റബിൾ ആണെന്ന് മനസ്സിലാവുന്നു. ഇതിനെല്ലാത്തിനും കാരണം ഈ ഹെഡ് കോൺസ്റ്റബിൾ ആണ് സാർ, ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് എന്റെ മേൽ പഴി ചാരുകയാണോ എന്ന് നായകൻ അവിടെ പറയുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഞെട്ടുകയാണ്. അപ്പോഴാണ് എന്തിനാണ് ഈ ഹെഡ് കോൺസ്റ്റബിൾ ഇങ്ങനെ ചെയ്തതെന്ന് ഒരു കഥ പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ആ SI നേരത്തെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ വീക്കാണെന്ന്? നേരത്തെ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവരോടൊപ്പം ഒന്നിച്ചിരുന്നല്ലോ. അവരും ഇനിമേൽ വീട്ടിലേക്ക് വരരുത്, എൻ്റെ ഭർത്താവിന് സംശയം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഭർത്താവാണ് ഈ ഹെഡ് കോൺസ്റ്റബിൾ. ആ സന്ദർഭത്തിൽ അദ്ദേഹം എല്ലാം ജനാലയിലൂടെ കണ്ടിരുന്നു. എങ്ങനെയെങ്കിലും ഈ SIയോട് പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. നായകന്റെ മകന്റെ കയ്യിൽ ആ തോക്കിരിക്കുമ്പോൾ അതൊരു അവസരമായി എടുത്ത് ആ SIയുടെ കഥ അദ്ദേഹം അവസാനിപ്പിച്ചത്. അതിനുശേഷം ആ കുറ്റം നായകൻ ചുമക്കും. അത് പിന്നിൽ നിന്ന് അദ്ദേഹം ആസ്വദിക്കും. അതുമാത്രമല്ല, ഈ ഹെഡ് കോൺസ്റ്റബിൾ തന്റെ ഭാര്യയെയും കൊന്നിരുന്നു. പക്ഷെ ഇതിനൊന്നും ഒരു തെളിവുമില്ല. തെളിവില്ലാതെ എന്നെ അകത്തിടാൻ കഴിയില്ല എന്ന് ഹെഡ് കോൺസ്റ്റബിൾ ചിരിക്കുമ്പോൾ അപ്പോഴാണ് നായകൻ പറയുന്നത്, ഞാൻ ആ മൃതദേഹം ഇതുവരെ ഡിസ്പോസ് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി ഇത് കണ്ടുപിടിച്ച ഉടനെ ഞാൻ ശ്മശാനത്തിലേക്ക് പോയി. അവിടെ ആ മൃതദേഹം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതിപ്പോ കാറിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ കാറിലുള്ള മൃതദേഹവും പോലീസുകാർ വീണ്ടെടുക്കുന്നു. ഇതിന് കാരണക്കാരനായ ഹെഡ് കോൺസ്റ്റബിളിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നായകനോട്, എന്തൊക്കെ തന്നെയായാലും നീ ഈ കേസ് സോൾവ് ചെയ്ത് തന്നാലും നീ ചെയ്തതും തെറ്റാണ്, അപ്പൊ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ അപ്പോഴേ തീർന്നേനെ എന്ന് നായകൻ ഒരു ചെറിയ വാർണിംഗ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ നായകൻ സന്തോഷത്തോടെ അവിടെ നിന്ന് പോവാണ്. തന്റെ മകനോടും ഭാര്യയോടും ഈ സത്യങ്ങളൊക്കെ പറയുന്നു. അവസാനം ആ മന്ത്രിയുടെ പണം എവിടെ പോയെന്ന് ചിന്തിക്കുകയാണോ? അത് സത്യത്തിൽ ഈ PA കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ മന്ത്രിയുടെ PA തനിക്ക് ആ പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അയാൾ നാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ആ ബാഗ് എടുത്തുകൊണ്ട് പോയിരുന്നു. ഇപ്പോൾ ആ വിവരം നായകനോട് പറയുന്നു. മന്ത്രി നേരത്തെ തന്നെ നായകനെ ഭീഷണിപ്പെടുത്താൻ നായികയുടെ കുടുംബത്തെ തട്ടിക്കൊണ്ടുപോയിരുന്നല്ലോ. ഇപ്പോൾ മന്ത്രിയുടെ മകളെ നായകൻ തട്ടിക്കൊണ്ടുപോയി നായികയുടെ കുടുംബത്തെയും രക്ഷിക്കുന്നു. ഇപ്പോൾ ആ പണം ഈ മന്ത്രി ഇങ്ങനെ തെറ്റായി കൈമാറ്റം ചെയ്യുന്ന കാര്യം എല്ലാവരോടും പറഞ്ഞ് മന്ത്രിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നു. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് തൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നതായി ഈ കഥ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.